Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് ഐ ആൻഡ് ഇയർ ചാപ്റ്ററിലെ പാർട്ട് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. First question, what CPT codes should be reported for removal of foreign body from the external auditory canal without general anesthesia? Option A 69205, option B 69220, option C 69200, ഓപ്ഷൻ ഡി 69210. അപ്പോൾ ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഫോറിൻ ബോഡിയാണ് ഫ്രം എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലാണ്. അതും വിത്തൗട്ട് ജനറൽ അനസ്തീഷ്യ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 69205 എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഫ്രം എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ വിത്ത് ജനറൽ അനസ്തീഷ്യ ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ വിത്തൗട്ട് ജനറൽ അനസ്തീഷ്യ. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 69220 ആണ്. ദാറ്റ് ഇസ് ഡിബ്രൈഡ്മെൻറ്റ് മാസ്റ്റോയിഡെക്ടമി ക്യാവിറ്റി സിമ്പിൾ ആണ്. അപ്പോൾ ഡിബ്രൈഡ്മെൻറ്റിൻ്റെ കേസാണ് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ആണ് ചെയ്തിട്ടുള്ളത്. സോ ബി എലിമിനേറ്റ് ചെയ്യുക. ഇനി ഓപ്ഷൻ സി 69200 റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ഫ്രം എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ വിത്തൗട്ട് ജനറൽ അനസ്തീഷ്യ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് 69200 ആണ്, ഓപ്ഷൻ സി. ഇനി നമ്മൾ ഓപ്ഷൻ ഡി കൂടി ചെക്ക് ചെയ്ത് നോക്കണം ബിഫോർ കൺഫേമിങ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 69210 ആണ്, റിമൂവൽ ഇമ്പാക്റ്റഡ് സെറൂമെൻ റിക്വയറിങ് ഇൻസ്ട്രുമെൻറ്റേഷൻ യൂണിലാറ്ററൽ. അപ്പോൾ ഇമ്പാക്റ്റഡ് സെറൂമെൻ എന്ന് പറയുന്നത് ഇയർ വാക്സിൻ്റെ കേസാണ്. അപ്പം ഇവിടെ റിമൂവൽ ഓഫ് ഇയർ വാക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഫോറിൻ ബോഡി അല്ല. സോ നമുക്കതും എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 69200. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻറ്റ് വിത്ത് എ സിസ്റ്റ് ലൈക്ക് മാസ് ഓൺ ഹിസ് ലെഫ്റ്റ് external auditory canal was visualized under the microscope and a microcurve forceps was used to obtain a biopsy of tissue along the posterior superior canal wall. What CPT code should be reported? Option A 69100 right, B 69105 left, C 69140 right and option D 69100 left. ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിന് സിസ്റ്റ് ലൈക്ക് മാസ് ആളുടെ ലെഫ്റ്റ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിൽ ഐഡൻറ്റിഫൈ ചെയ്തു. സോ അതിനെ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വിഷ്വലൈസ് ചെയ്തു. പിന്നെ ഫോർസെപ്സ് യൂസ് ചെയ്തിട്ട് ഒരു ബയോപ്സി ഓഫ് ടിഷ്യൂ എടുത്തു ഫ്രം ദി പോസ്റ്റീരിയർ സുപ്പീരിയർ കനാൽ വോളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ലെഫ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിലും സിയിലും നമുക്ക് റൈറ്റ് സൈഡിൻ്റെ മോഡിഫയർ RT ആണ് അപ്പൻഡ് ചെയ്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എവിടെ റൈറ്റ് സൈഡിൽ ചെയ്തതായിട്ടോ റൈറ്റ് സൈഡ് ഒന്നും സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ആ രണ്ട് കോഡ് എലിമിനേറ്റ് ചെയ്ത് കളയാം. എയും സിയും ഓപ്ഷൻസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബിയും ഡി ആണ് ബാലൻസ് ഉള്ളൂ. അതിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 69105 ആണ്, ബയോപ്സി എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ലെഫ്റ്റ്. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 69100 ലെഫ്റ്റ് ആണ്, ദാറ്റ് ഇസ് ബയോപ്സി ഓഫ് എക്സ്റ്റേണൽ ഇയർ ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ ഇസ് ഓപ്ഷൻ ബി 69105. ഈ 100 പറയുന്നത് എക്സ്റ്റേണൽ ഇയർ ആണ്, മറ്റേ ക്വസ്റ്റ്യനിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവട്ടോ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി 69105 ലെഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, patient had an abscess in the external auditory canal which was drained in the office. What CPT code should be reported? Option A 69540, option B 69105, option C 69020 and option D 69000. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പേഷ്യൻറ്റിൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിൽ ഒരു അബ്സെസ് ഉണ്ടായിരുന്നു, അതിനെ ഡ്രെയിൻ ചെയ്ത് കളയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഓഫീസ് പ്രൊസീജിയർ, ഓഫീസിൽ വെച്ചിട്ട് തന്നെ ഡ്രെയിൻ ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 69540 എന്ന് പറയുന്നത് എക്സിഷൻ ഓറൽ പൊളിപ്പാണ്. ഓപ്ഷൻ ബി 69105 എന്ന് പറയുന്നത് ബയോപ്സി എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലാണ്. ഓപ്ഷൻ സി
69020 എന്ന് പറയുന്നത് ഡ്രെയിനേജ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ അബ്സസ് ആണ്. ഓപ്ഷൻ ഡി 69000 എന്ന് പറയുന്നത് ഡ്രെയിനേജ് എക്സ്റ്റേണൽ ഇയർ അബ്സസ് ഓർ ഹെമറ്റോമ സിമ്പിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എക്സ്റ്റേണൽ ഇയറിൻ്റെ ഡ്രെയിനേജ് ആണ്. ആൻഡ് ഓപ്ഷൻ സിയിലാണ് നമുക്ക് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിലുള്ള അബ്സസിൻ്റെ ഡ്രെയിനേജ് പറയുന്നത്. ബാക്കി രണ്ട് ഓപ്ഷൻസിൽ ഒരെണ്ണത്തിൽ പോളിപ്പിൻ്റെ എക്സിഷനും ഒരെണ്ണത്തിൽ ബയോപ്സി ആണ് പറയുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി 69020. Next question. The physician performs an iridotomy using laser on both eyes for chronic angle closure glaucoma. Procedure includes local anesthesia. What CPT codes are reported? ഇവിടെ ഇറിഡോട്ടോമി ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്. യൂസിങ് ലേസർ ആണ്, അതായത് ലേസർ സർജറി ആണ് ചെയ്തിട്ടുള്ള ബോത്ത് ഐസ് ഫോർ ക്രോണിക് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണ്. ഇവിടെ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ക്രോണിക്കിന് വേണ്ടിയിട്ട് ലേസർ സർജറി ആണ്, അതും ബോത്ത് ഐസിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൊസീജിയറിൽ ലോക്കൽ അനസ്തീഷ്യയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 66710 സീലിയറി ബോഡി ഡിസ്ട്രക്ഷൻ സൈക്ലോഫോട്ടോ കോഗുലേഷൻ ട്രാൻസ്ക്ലീറൽ ആണ് പറയുന്നത്. സോ ഇവിടെ ഇറിഡോട്ടോമി ആണ് ചെയ്തിട്ടുള്ളത്. ഇൻസിഷനിൻ്റെ ഐറിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഓപ്ഷൻ ബി 66625 ആണ്. ദാറ്റ് ഇസ് ഇറിഡക്ടമി വിത്ത് കോർണിയോസ്ക്ലീറൽ ഓർ കോർണിയൽ സെക്ഷൻ പെരിഫറൽ ഫോർ ഗ്ലോക്കോമ. അതും സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. സോ ഇവിടെ ഇറിഡക്ടമി അല്ല ചെയ്തിട്ടുള്ളത്, ഇറിഡോട്ടോമി ആണ്. സോ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ സിയിൽ 66762 മോഡിഫയർ 50 ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് ഇറിഡോപ്ലാസ്റ്റി ബൈ ഫോട്ടോ കോഗുലേഷൻ, one or more sessions, example for improvement of vision for widening of anterior chamber angle. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറിഡോപ്ലാസ്റ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൈക്രോസ്കോപ്പിൻ്റെ ആഡ് ഓൺ കോഡുമാണ്, ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ആഡ് ഓൺ കോഡുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇറിഡോപ്ലാസ്റ്റി റിപ്പയർ അല്ല പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 66761 ആണ്. ദാറ്റ് ഈസ് ഇറിഡോട്ടോമി ഓർ ഇറിഡക്ടമി ബൈ ലേസർ സർജറി, എക്സാമ്പിൾ ഫോർ ഗ്ലോക്കോമ പെർ സെഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇറിഡോട്ടോമി ആണ്, ലേസർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലോക്കോമയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ബോത്ത് ഐസ് ആണ്, ബൈലാറ്ററലി ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 66761 ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് യൂണിലാറ്ററൽ ആണോ ബൈലാറ്ററൽ ആണോ ഒന്നും തരാത്തതുകൊണ്ട് തന്നെ നമ്മളിത് യൂണിലാറ്ററൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കോഡുകളിൽ നമുക്ക് ബൈലാറ്ററലി പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോഡിഫയർ 50 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി 66761 മോഡിഫയർ 50. Next question. The surgeon performed an insertion of an intraocular lens prosthesis discussed with the patient before the 6-week earlier cataract removal by the same surgeon. What CPT code is reported? ഇവിടെ പേഷ്യൻറ്റിന് ഇൻസേർഷൻ ഓഫ് ആൻ ഇൻട്രാocular ലെൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി ഒരു 6 weeks മുന്നേ കാറ്ററാക്ട് റിമൂവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സെയിം സർജൻ പേഷ്യൻ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതൊരു പ്ലാൻഡ് ഓർ സ്റ്റേജ്ഡ് പ്രൊസീജിയർ ആണ്. അപ്പോൾ സ്റ്റേജ്ഡ് ഓർ പ്ലാൻഡ് പ്രൊസീജിയർ ഒക്കെ ആകുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ട മോഡിഫയർ ഏതാണ്? 58 ആണ്. സോ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലും ബിയിലും ആണ് ഈ ഒരു മോഡിഫയേഴ്സ് അപ്പൻഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ സിയും ഡിയും എലിമിനേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ സിയും ഡിയും എന്താണ് കോഡ് ഡിസ്ക്രിപ്ഷൻ എന്നൊന്ന് നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്താലും മതി. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 66985 ആണ്. ദാറ്റ് ഈസ് ഇൻസേർഷൻ ഓഫ് ഇൻട്രാocular ലെൻസ് പ്രോസ്തസിസ് സെക്കൻഡറി ഇംപ്ലാന്റ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് കൺകറൻറ്റ് കാറ്ററാക്ട് റിമൂവൽ ആണ്. ഓക്കെ, അതായത് കാറ്ററാക്ട് റിമൂവലായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് അല്ല ഇൻസേർഷൻ ഓഫ് ഇൻട്രാocular ലെൻസ് പ്രോസ്തസിസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. 6 weeks മുന്നേ ഒരു കാറ്ററാക്ട് റിമൂവൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് ഒരു ഇൻസേർഷൻ ഓഫ് ആൻ ഇൻട്രാocular ലെൻസ് പ്രോസ്തസിസ് ആണ്. അത് ആദ്യത്തെ കാറ്ററാക്ട് റിമൂവലായിട്ട് എന്താണ് റിലേറ്റഡ് അല്ല.
സോ പക്ഷേ ഇതൊരു പ്ലാൻഡ് സർജറിയുമാണ്. സോ അവിടെ ഒരു മോഡിഫയർ 58ഉം കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷൻ ബി 66983 ആണ്. ദാറ്റ് ഈസ് ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ വിത്ത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാ ഓക്കുലാർ ലെൻസ് പ്രോസ്തസിസ് ആണ്. ഇവിടെ ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ ഇവിടെ ചെയ്തതായിട്ട് പറയുന്നൊന്നുമില്ല, അല്ലെങ്കിൽ മുമ്പ് ചെയ്തതായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ഈ ഒരു കോഡ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. സോ അതിവിടെ ആപ്ലിക്കബിൾ അല്ല. ഇനി ഓപ്ഷൻ സി 66984 ആണ്. ദാറ്റ് ഈസ് എക്സ്ട്രാ ക്യാപ്സുലാർ കാറ്ററാക്ട് റിമൂവൽ വിത്ത് ഇൻസേർഷൻ ഓഫ് ഇൻട്രാക്കുലാർ ലെൻസ് പ്രോസ്തസിസ്. അതായത് കാറ്ററാക്ട് റിമൂവലിൻ്റെ കൂടെ തന്നെ ഇൻസേർഷൻ ഓഫ് ഇൻട്രാക്കുലാർ ലെൻസ് പ്രോസ്തസിസ് ആണ് പറയുന്നത്. സോ അതും എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 66985 തന്നെയാണ്. അവിടെ ഒരു മോഡിഫയർ 58 ഒന്നും അപ്പൻഡ് ചെയ്തിട്ടില്ല. അവിടെ ഒരു മോഡിഫയറും കൊടുക്കാതെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ 66985. ദാറ്റ് ഈസ് ദി ഇൻസേർഷൻ ഓഫ് ഇൻട്രാക്കുലർ ലെൻസ് പ്രോസ്തസിസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് കൺകറന്റ് കാറ്ററാക്ട് റിമൂവൽ ആൻഡ് ദ modifier 58 is appended. So the answer is option A. Next question. A physician uses cryotherapy for removal of trichiasis. What CPT codes are reported? ഇവിടെ ക്രയോതെറാപ്പി യൂസ് ചെയ്തിട്ട് ട്രിക്കിയാസിസ് എന്ന് പറയുന്നത് ഇസ് എ കണ്ടീഷൻ ഓഫ് ഐ ഇൻ വിച്ച് നമ്മുടെ ഐലാഷസ് റോങ് ആയിട്ട്, അതായത് ഒരു മിസ്ഡയറക്റ്റഡ് ആയിട്ട്, യൂഷ്വലി കണ്ണിൻ്റെ പുറത്തേക്ക്, ഐൻ്റെ പുറത്തേക്ക് ഗ്രോ ചെയ്യേണ്ട ഐലാഷസ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഗ്രോ ചെയ്യും. സോ ദാറ്റ് നമ്മുടെ കോർണിയയിലോ കൺജങ്ക്റ്റൈവയിലോ ഒക്കെ ഒരു ഇറിറ്റേഷനൊക്കെ കോസ് ചെയ്യാനുള്ള ഇത് വരും. അതാണ് ട്രിക്കിയാസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ഐ വേർ ട്രൈക്കോ മീൻസ് ഹെയർ ഗ്രോത്ത്. അപ്പോൾ നമ്മുടെ ഐലാഷസ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു കണ്ടീഷനാണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 67820 ആണ്. കറക്ഷൻ ഓഫ് ട്രിക്കിയാസിസ് എപ്പിലേഷൻ ബൈ ഫോർസെപ്സ് ഓൺലി. ഓപ്ഷൻ ബി 67825 ആണ്. കറക്ഷൻ ഓഫ് ട്രിക്കിയാസിസ് എപ്പിലേഷൻ ബൈ അതർ ദാൻ ഫോർസെപ്സ്, എക്സാമ്പിൾ ബൈ ഇലക്ട്രോ സർജറി, ക്രയോതെറാപ്പി, ലേസർ സർജറി. ഓപ്ഷൻ സി 67830 കറക്ഷൻ ഓഫ് ട്രിക്കിയാസിസ് ഇൻസിഷൻ ഓഫ് ലിഡ് മാർജിൻ. Option D 67840 that is excision of lesion of eyelid except chalazion without closure or with a simple direct closure. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി 67825 ആണ് കറക്റ്റ്. ദാറ്റ് ഈസ് ദ കറക്ഷൻ ഓഫ് ട്രിക്കിയാസിസ് എപ്പിലേഷൻ ബൈ അതർ ദാൻ ഫോർസെപ്സ് ആണ്. ഫോർസെപ്സ് അല്ലാത്ത മെത്തേഡാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുമുണ്ട്. ക്രയോതെറാപ്പി, ഇലക്ട്രോ സർജറി, ലേസർ സർജറി എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്രയോതെറാപ്പി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോസ്റ്റ് ഓറിക്കൽ ഇൻസിഷൻ ഇസ് മെയ്ഡ് ഓൺ ദ റൈറ്റ് ഇയർ with the use of an operating microscope. The surgeon visualizes and reflects the skin flap and posterior eardrum forward. A small leak from the middle ear into the round window is noted. The surgeon then roughens up the surface of the window and packs it with fat. Upon retraction, the eardrum and skin flap are replaced and the canal is packed. The surgeon then sutures the post-auricle incision. He then repeats the procedure on the left ear. ഇവിടെ ഒരു പോസ്റ്റ് ഓറിക്കൽ ഇൻസിഷൻ ഇട്ടിട്ട് റൈറ്റ് ഇയറിലാണ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്തൊക്കെ വരുമ്പോഴാണ് മിഡിൽ ഇയറിൽ നിന്ന് റൗണ്ട് വിൻഡോയിലേക്ക് ഒരു അബ്നോർമൽ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ലീക്കേജ് ഫൈൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഏരിയനെ ഫാറ്റ് പാക്കൊക്കെ വെച്ച് കറക്റ്റ് ചെയ്യാണ്. അങ്ങനെ പ്രൊസീജിയർ ചെയ്ത് സ്യൂച്ചറൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റ് ഇയറിൽ ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു അബ്നോർമൽ ഓപ്പണിംഗ് ഫ്രം വൺ ഓർഗൻ ടു അനദർ ഓർഗനെ നമ്മൾ ഫിസ്റ്റുല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? വിൻഡോയിലേക്ക് ഒരു ഫിസ്റ്റുലയാണ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് 2 വിൻഡോസ് ആണുള്ളത്, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. അപ്പോൾ ഏത് വിൻഡോ ആണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ തേർഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് സ്മോൾ ലീക്ക് ഫ്രം മിഡിൽ ഇയർ ഇൻ ടു ദി റൗണ്ട് വിൻഡോ ഇസ് നോട്ടഡ്. സോ റൗണ്ട് വിൻഡോ ഫിസ്റ്റുലയാണ് ഉള്ളത്. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 69666
അതെന്ന് പറയുന്നത് റിപ്പയർ ഓവൽ വിൻഡോ ഫിസ്റ്റുലയാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 69667, ദാറ്റ് ഇസ് റിപ്പയർ ഓഫ് റൗണ്ട് വിൻഡോ ഫിസ്റ്റുല. ആൻഡ് ഓപ്ഷൻ സിയിൽ എഗെയിൻ ഓവൽ വിൻഡോ ഫിസ്റ്റുലയുടെ കേസ് തന്നെയാണ് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ റൗണ്ട് വിൻഡോ ഫിസ്റ്റുലയുടെ റിപ്പയർ ആണ്. അവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും സിയും എലിമിനേറ്റ് ചെയ്യാൻ, കാരണം അത് ഓവൽ വിൻഡോനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡുകളാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ റൗണ്ട് വിൻഡോയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 69666ൻ്റെ കൂടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ കോഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ഓൾറെഡി ബണ്ടിൽഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ആഡ് ഓൺ കോഡായ 69990 പോർഷനിൽ ചെന്നിട്ട് അതിൻ്റെ മുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോഡ് റേഞ്ചുകളിൽ ഈ ഒരു 69666 എന്നുള്ള കോഡ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അവിടെ 68850 വരെയാണ് കോഡുകൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ ബി എടുക്കാം. അതുപോലെ തന്നെ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്തിട്ടുണ്ട് 69667ൻ്റെ കൂടെ. ദാറ്റ് ഈസ് ആദ്യം റൈറ്റ് ഇയറിൽ ചെയ്തു, എന്നിട്ട് പിന്നെ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് പ്രൊസീജിയർ വാസ് റിപ്പീറ്റഡ് ഓൺ ദി ലെഫ്റ്റ് ഇയറിന്. അപ്പം 2 ഇയറിൽ ബൈലാറ്ററലി ചെയ്തു. സോ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ബണ്ടിൽഡ് അല്ല ഈ ഒരു കോഡിൽ, അതുകൊണ്ട് അതിൻ്റെ ആഡ് ഓൺ കോഡും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. Next question is, what is the correct CPT code for strabismus reparative surgery performed on 2 horizontal muscles? ഇവിടെ സ്ട്രാബിസ്മസ് സർജറിയുടെ കേസാണ് പറയുന്നത്. അത് പെർഫോം ചെയ്തിട്ടുള്ളത് 2 ഹൊറിസോണ്ടൽ മസിൽസിലാണ്. അപ്പോൾ നമുക്കറിയാം സ്ട്രാബിസ്മസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് ഐ where both eyes do not look in the same direction ആണ്. അതായത് 2 ഐയും ഒരേ ഡയറക്ഷനിലായിരിക്കില്ല നോക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ മസിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ മസിൽസ്, നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസിന് വരുന്ന ഡിഫക്റ്റ് കാരണം നമുക്ക് ഉണ്ടാവുന്നതാണ് ഈ ഒരു സ്ട്രാബിസ്മസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ സർജറിയാണ്, അതിനെ റിപ്പയർ ചെയ്യാനുള്ള സർജറിയാണ് പെർഫോം ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് 2 ഹൊറിസോണ്ടൽ മസിൽസിലാണ് സർജറി പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 67311 സ്ട്രാബിസ്മസ് സർജറി റിസെഷൻ ഓർ റിസെക്ഷൻ പ്രൊസീജിയർ 1 ഹൊറിസോണ്ടൽ മസിലാണ്. ഓപ്ഷൻ ബി 67312 സ്ട്രാബിസ്മസ് സർജറി റിസെഷൻ ഓർ റിസെക്ഷൻ പ്രൊസീജിയർ 2 ഹൊറിസോണ്ടൽ മസിൽസ്. ഓപ്ഷൻ സി 67314 strabismus surgery recession or resection procedure 1 vertical muscle excluding superior oblique. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 67316 ആണ്. സ്ട്രാബിസ്മസ് സർജറി റിസെഷൻ ഓർ റിസെക്ഷൻ പ്രൊസീജിയർ 2 or more vertical muscles ബ്രാക്കറ്റിൽ എക്സ്ക്ലൂഡിങ് superior oblique എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ്ലി 2 ഹൊറിസോണ്ടൽ മസിൽസ് ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് കോഡുകളിൽ നിന്നും നമുക്ക് ഓപ്ഷൻസിൽ കോഡുകളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി പിക്ക് ചെയ്യാൻ പറ്റും. 2 ഹൊറിസോണ്ടൽ മസിൽസിൻ്റെ സർജറി ആണ് സ്ട്രാബിസ്മസ് സർജറി റിസെഷൻ ഓർ റിസെക്ഷൻ പ്രൊസീജിയർ ഓൺ 2 ഹൊറിസോണ്ടൽ മസിൽസ് ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി 67312 എന്നുള്ള കോഡ് എടുക്കാൻ പറ്റും. പക്ഷെ ചില കേസുകളിൽ നമുക്ക് ഹൊറിസോണ്ടൽ മസിലാണോ വെർട്ടിക്കൽ മസിലാണോ എന്ന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവില്ല. ആ ഒരു മസിലുകളുടെ പേരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ മസിൽസ്, ഏതൊക്കെയാണ് വെർട്ടിക്കൽ മസിൽസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ഇപ്പോൾ നമ്മളോട് പറയാണ് ലാറ്ററൽ റെക്ടസിലും മീഡിയൽ റെക്ടസിലുമാണ് പ്രൊസീജിയർ പെർഫോം ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഹൊറിസോണ്ടൽ മസിലാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കാകെ കൺഫ്യൂഷനായിപ്പോവും. സോ നമ്മുടെ ഹൊറിസോണ്ടൽ മസിൽസ് എന്ന് പറയുന്നത് ലാറ്ററൽ റെക്ടസും മീഡിയൽ റെക്ടസും ആണ്. ഇനി വെർട്ടിക്കൽ മസിൽസ് എന്ന് പറയുന്നത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ആണ്. സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, സുപ്പീരിയർ ഒബ്ലിക് ആൻഡ് ഇൻഫീരിയർ ഒബ്ലിക് ആണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കോഡുകൾ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കറക്റ്റ് CPT കോഡ് ഫോർ സ്ട്രാബിസ്മസ് സർജറി പെർഫോംഡ് ഓൺ സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, സുപ്പീരിയർ ഒബ്ലിക് മസിൽസ്? ഇവിടെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹൊറിസോണ്ടൽ മസിൽസ് ആണ് ഡയറക്റ്റ്ലി തന്നു. ഇവിടെ നമുക്ക് മസിലുകളുടെ പേരാണ് തന്നിട്ടുള്ളത്, സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, സുപ്പീരിയർ ഒബ്ലിക്. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വരുന്നതെല്ലാം വെർട്ടിക്കൽ മസിൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷനും ഉണ്ട്. അതെന്താണെന്ന് പറയാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 67311 ആണ്. ദാറ്റ് ഇസ് സ്ട്രാബിസ്മസ് സർജറി, റിസെഷൻ ഓർ റിസെക്ഷൻ പ്രൊസീജിയർ, വൺ ഹൊറിസോണ്ടൽ മസിലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 67312. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അത് 2 ഹൊറിസോണ്ടൽ മസിൽസിൻ്റെ കോഡാണ്. ഇനി 67314 എന്ന് പറയുന്നത് 1 വെർട്ടിക്കൽ മസിലാണ്. ഇനി ഓപ്ഷൻ ഡിയിൽ നമുക്ക് 67316 ഉണ്ട്, 2 or more വെർട്ടിക്കൽ മസിൽസും ഉണ്ട്. അവിടെ തന്നെ ബ്രാക്കറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് എക്സ്ക്ലൂഡിങ് സുപ്പീരിയർ ഒബ്ലിക് എന്നുള്ളത്. അതായത് നമ്മുടെ വെർട്ടിക്കൽ മസിൽസ് എന്ന് പറയുന്നത് സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, സുപ്പീരിയർ ഒബ്ലിക് ആൻഡ് ഇൻഫീരിയർ ഒബ്ലിക് ആണ്. 4 മസിൽസ് ആണ് വെർട്ടിക്കലിലുള്ളത്. പക്ഷേ നമ്മുടെ ഈ സുപ്പീരിയർ ഒബ്ലിക്കിന് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കോഡ് ഉണ്ട്. 67318 നോക്കുകയാണെങ്കിൽ കാണാം, സ്ട്രാബിസ്മസ് സർജറി എനി പ്രൊസീജിയർ സുപ്പീരിയർ ഒബ്ലിക് മസിലാണ്. ഓക്കെ, അപ്പോൾ ഈ സുപ്പീരിയർ ഒബ്ലിക് മസിലിനെ നമ്മൾ ഈ വെർട്ടിക്കൽ മസിലിൻ്റെ കൂടെ തന്നെ ആ ഒരൊറ്റ കോഡിലല്ല റിപ്പോർട്ട് ചെയ്യുക, അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ് രണ്ടെണ്ണത്തിന് കൂടിയിട്ട് നമുക്ക് 67316 കൊടുക്കാം. കാരണം അത് സ്ട്രാബിസ്മസ് സർജറി, റിസെഷൻ ഓർ റിസെക്ഷൻ പ്രൊസീജിയർ 2 or more വെർട്ടിക്കൽ മസിൽസിൽ വന്നു. ഇനി സുപ്പീരിയർ ഒബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ 67318 എന്നുള്ള കോഡാണ് കൊടുക്കുക. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 67316, 67318. Next question. A patient under general anesthesia had a myoplasty secondary to congenital atresia with simultaneous tympanostomy. What codes correctly capture the service? ഇവിടെ ഒരു പേഷ്യൻറ്റ് ജനറൽ അനസ്തീഷ്യയുടെ അണ്ടറിൽ മിയറ്റോപ്ലാസ്റ്റി ആണ്, സർജിക്കൽ റിപ്പയർ ഓഫ് മിയറ്റസ്. നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലും എക്സ്റ്റേണൽ ഇയറും കൂടി ജോയിൻ ചെയ്യുന്ന ഏരിയനെ നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയേറ്റസ് എന്ന് പറയും. അപ്പോൾ മിയേറ്റോപ്ലാസ്റ്റി ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പറയുന്നത് സെക്കൻഡറി ടു കൺജനൈറ്റൽ അട്രീഷ്യ ആണ്. കൺജനൈറ്റൽ അട്രീഷ്യ എന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ ജനിക്കുമ്പോഴേ ഉള്ള ഒരു കണ്ടീഷനാണ്. അത് കാരണമാണ് മിയേറ്റോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. വിത്ത് സൈമൾട്ടേനിയസ് ടിംബാനോസ്റ്റോമി, സൈമൾട്ടേനിയസ് ആയിട്ട് ടിംബാനോസ്റ്റോമിയും കൂടി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോഡുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 69310, ദാറ്റ് ഈസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ, മിയറ്റോപ്ലാസ്റ്റി. എക്സാമ്പിൾ ഫോർ സ്റ്റെനോസിസ് ഡ്യൂ ടു ഇഞ്ചുറി, ഇൻഫെക്ഷൻ, സെപ്പറേറ്റ് പ്രൊസീജിയർ ആണ്. സോ സെപ്പറേറ്റ് പ്രൊസീജിയറിൻ്റെ കൂടെ നമ്മൾ വേറെ കോഡുകളൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ല. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെപ്പറേറ്റ് പ്രൊസീജിയറിൻ്റെ കൂടെ വേറൊരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയറിൽ ഈ സെപ്പറേറ്റ് പ്രൊസീജിയർ ഓൾറെഡി ബണ്ടിൽഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബി 69320 ആണ്. റീകൺസ്ട്രക്ഷൻ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ ഫോർ കൺജനൈറ്റൽ അട്രീഷ്യ സിംഗിൾ സ്റ്റേജ് ആണ്. അത് ഓൾറെഡി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി 69436 ആണ് നെക്സ്റ്റ് കോഡ് വരുന്നത്. ദാറ്റ് ഈസ് ടിംബാനോസ്റ്റോമി റിക്വയറിംഗ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ്, ജനറൽ അനസ്തീഷ്യ. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കൺജനൈറ്റൽ അട്രീഷ്യയുടെ മിയറ്റോപ്ലാസ്റ്റി ആണ്, റീകൺസ്ട്രക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടിംബാനോസ്റ്റോമിയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരേ സൈറ്റിൽ തന്നെയാണ്, പക്ഷെ മൾട്ടിപ്പിൾ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മോഡിഫയർ 51 കൂടി അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഓപ്ഷൻ സിയിൽ 69631 ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് ടിംബാനോപ്ലാസ്റ്റി വിത്തൗട്ട് മാസ്റ്റോയിഡെക്ടമി, ഇനീഷ്യൽ ഓർ റിവിഷൻ, വിത്തൗട്ട് ഓസിക്കുലർ ചെയിൻ കൺസ്ട്രക്ഷൻ. ഇവിടെ ടിംബാനോപ്ലാസ്റ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ടിംബാനോസ്റ്റോമി പിന്നെ മിയറ്റോപ്ലാസ്റ്റി ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 69641 ആണ്. ദാറ്റ് ഇസ് ടിംബാനോപ്ലാസ്റ്റി വിത്ത് മാസ്റ്റോയിഡെക്ടമി ആണ്, വിത്തൗട്ട് ഓസിക്കുലാർ ചെയിൻ റീകൺസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി 69320, 69436, മോഡിഫയർ 51. ഇവിടെ റീകൺസ്ട്രക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അതും കൺജനൈറ്റൽ അട്രീഷ്യ എന്നുള്ളത് ഡയറക്റ്റ്ലി തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് കോഡ് എന്ന് പറയുന്നത് ടിംബാനോസ്റ്റോമിയുടെ അണ്ടർ ജനറൽ അനസ്തീഷ്യ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോഡിഫയർ 51 അപ്പൻഡ് ചെയ്തത് 2 പ്രൊസീജിയേഴ്സ് ആണ്. അതായത് സെയിം സൈറ്റിൽ 2 മൾട്ടിപ്പിൾ പ്രൊസീജിയർ, ഒന്നിൽ കൂടുതൽ പ്രൊസീജിയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മോഡിഫയർ 51 മൾട്ടിപ്പിൾ പ്രൊസീജിയറിൻ്റെ മോഡിഫയർ അപ്പൻഡ് ചെയ്യുന്നത്.
Next question, an infant who has chronic otitis media in the right and left ears was placed under general anesthesia and a radial incision was made in the posterior quadrant of the left and right tympanic membranes. A large amount of mucoid effusion was suctioned and then a ventilating tube was placed in both ears. What CPT codes are reported? ഇവിടെ ഇൻഫൻറ്റിന് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ ആണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇയറിലുമുണ്ട്. സോ ദ ഇൻഫൻറ്റ് വാസ് പ്ലേസ്ഡ് അണ്ടർ ജനറൽ അനസ്തീഷ്യ എന്നിട്ടാണ് പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. സോ പ്രൊസീജിയറിൽ ലാർജ് എമൗണ്ട് ഓഫ് മ്യൂക്കോയിഡ് എഫ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട്, സക്ഷൻ ചെയ്തു, പിന്നെ വെന്റിലേറ്റിംഗ് ട്യൂബ് ബോത്ത് ഇയേഴ്സിലും പ്ലേസ് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബൈലാട്രൽ ആണ്. സോ നമുക്ക് എന്തായാലും മോഡിഫയർ 50 ആ ഒരു കോഡ് ഡിസ്ക്രിപ്ഷനിൽ ബൈലാട്രൽ എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ മോഡിഫയർ 50 അപ്പൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഒന്നും എലിമിനേറ്റ് ചെയ്യാനില്ല, കാരണം എല്ലാ ഓപ്ഷൻസിലും മോഡിഫയർ 50 കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 69424, ദാറ്റ് ഈസ് വെന്റിലേറ്റിംഗ് ട്യൂബ് റിമൂവൽ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ ആണ്. ഇവിടെ വെന്റിലേറ്റിംഗ് ട്യൂബിൻ്റെ റിമൂവൽ ആണ് പറയുന്നത്, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ വെന്റിലേറ്റിംഗ് ട്യൂബിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ഓപ്ഷൻ ബി 69436, ടിംബാനോസ്റ്റോമി റിക്വയറിങ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ് ജനറൽ അനസ്തീഷ്യ ആണ്. അതായത് ജനറൽ അനസ്തീഷ്യയുടെ അണ്ടറിൽ വെന്റിലേറ്റിംഗ് ട്യൂബ് പ്ലേസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഓപ്ഷൻ സി 69433 ആണ്, ടിംബാനോസ്റ്റോമി റിക്വയറിങ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ് ലോക്കൽ ഓർ ടോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. ഇനി ഓപ്ഷൻ ഡി 69421 is മെറിൻഗോട്ടോമി ഇൻക്ലൂഡിങ് ആസ്പിറേഷൻ ആൻഡ് ഓർ യൂസ്താഷ്യൻ ട്യൂബ് ഇൻഫ്ലേഷൻ റിക്വയറിങ് ജനറൽ അനസ്തീഷ്യ ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയിലും സിയിലും ഡിയിലും അനസ്തീഷ്യ കൊടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ എന്ന് പറഞ്ഞാൽ ജനറൽ അനസ്തീഷ്യ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സിയിൽ ഇത് ലോക്കൽ ഓർ ട്രോപ്പിക്കൽ അനസ്തീഷ്യ ആണ്. ഇനി ഓപ്ഷൻ ഡിയിൽ എന്ന് പറയുന്നത് ടിംബാനോട്ടോമിയാണ് അല്ലെങ്കിൽ മെറിൻഗോട്ടോമിയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ശരിക്കും പ്ലേസ്മെൻറ്റ് ഓഫ് ഒരു ട്യൂബ് എന്നൊക്കെ പറയുന്നത് ടിംബാനോസ്റ്റോമിയാണ്. പിന്നെ അതുപോലെ ഇവിടെ എന്താണ് മെറിൻഗോട്ടോമി ഇൻക്ലൂഡിങ് ആസ്പിറേഷൻ ആൻഡ് ഓർ യൂസ്താഷ്യൻ ട്യൂബ് ഇൻഫ്ലേഷനൊക്കെ പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ഡിയും അല്ല. ഇനി ബിയിലും ഡിയിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബിയിൽ എന്ന് പറയുന്നത് ജനറൽ അനസ്തീഷ്യയുടെ അണ്ടറിൽ ചെയ്യുന്നതാണ് ഇൻസേർഷൻ ഓഫ് വെന്റിലേറ്റിംഗ് ട്യൂബ്. സിയിൽ എന്ന് പറഞ്ഞാൽ ടോപ്പിക്കൽ അല്ലെങ്കിൽ ലോക്കൽ അനസ്തീഷ്യ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പേഷ്യൻ്റ് വാസ് പ്ലേസ്ഡ് അണ്ടർ ജനറൽ അനസ്തീഷ്യ എന്നാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി 69436. പ്രൊസീജിയർ ബോത്ത് ഇയേഴ്സിലും ചെയ്തിട്ടുണ്ട്, ബൈലാട്രലി ആയതുകൊണ്ട് തന്നെ നമ്മൾ മോഡിഫയർ 50 കൂടി അപ്പൻഡ് ചെയ്ത് കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഫ് യു ലൈക്ക് വാട്ട് ഐ എം ഡൂയിങ്, പ്ലീസ് ഡു ലൈക്ക്. And thank you.